കാത്തിരിപ്പിനൊടുവിൽ കൂത്താട്ടുകുളം നഗരസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തുവന്നു. നഗരസഭയിലെ 26 വാർഡുകളിലായി നടന്ന മത്സരത്തിൽ UDF-ന് 16 സീറ്റുകളും LDF-ന് 10 സീറ്റുകളുമാണ് ലഭിച്ചത്. LDF ഏറെ പ്രതീക്ഷ വച്ചിരുന്ന പല സീറ്റുകളും ഇക്കുറി നഷ്ടമായി. നഗരസഭാ ചെയർപേഴ്സണായിരുന്ന വിജയ ശിവനും സോഷ്യൽ മീഡിയ വൈറൽ താരം മായ വിയും വിജയപ്രതീക്ഷയിലായിരുന്നുവെങ്കിലും ഇരുവർക്കും വിജയിക്കാൻ സാധിച്ചില്ല. 4 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെണ്ണലിൽ ആദ്യഘട്ടം മുതൽ തന്നെ UDF ലീഡ് ഉറപ്പിച്ചിരുന്നു. 1, 2, 7, 12, 13, 15, 17, 21 വാർഡുകളിൽ LDF സീറ്റ് ഉറപ്പിച്ചപ്പോൾ 3, 4, 5, 6, 8, 9, 10, 11, 14, 16, 18, 19, 20, 22, 23, 26 വാർഡുകൾ മികച്ച ഭൂരിപക്ഷത്തോടെ UDF പിടിച്ചെടുക്കുകയായിരുന്നു. മംഗലത്ത് താഴം 11-ാം വാർഡിൽ UDF LDF സ്ഥാനാർത്ഥികൾക്ക് ഒരേ വോട്ട് ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് സീറ്റ് ഉറപ്പിച്ചത്. 19 സീറ്റുകളിൽ NDA മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിലും ഏതാനും വാർഡുകൾ ഒഴികെ മറ്റെവിടെയും കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ ആയില്ല. വിജയപ്രഖ്യാപനത്തിനു ശേഷം UDF LDF സ്ഥാനാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി. തുടർന്ന് സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ വാർഡുകളിൽ സന്ദർശനം നടത്തി. ആദ്യമായി കൂത്താട്ടുകുളം നഗരസഭയിൽ ഉജ്ജ്വലമായ വിജയം UDF-ന് സമ്മാനിച്ച കൂത്താട്ടുകുളത്തെ സമ്മതിദായകരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ വാർഡുകളിലും തന്നെ വലിയ ഭൂരിപക്ഷത്തിന് UDF-ന് വിജയിക്കാൻ കഴിഞ്ഞു. ഈ വിജയം വികസന മുരടിപ്പിനെതിരെയുള്ള വിജയമാണ്, ഗുണ്ടായിസത്തിനെതിരെയുള്ള വിജയമാണ്. UDF-ന്റെ ഒത്തൊരുമയോടുകൂടിയിട്ടുള്ള പോരാട്ടത്തിന് അനുകൂലമായ വിജയമാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് ആദ്യം വോട്ട് ചെയ്ത ജനങ്ങളോട് നന്ദി പറയുകയാണ്. നമ്മൾ ഇതിൽ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നു, എങ്കിലും 16 സീറ്റ് നമുക്ക് കിട്ടിയുള്ളൂ. ഇനിയൊരു കഴിഞ്ഞ 7 വർഷക്കാലുള്ള ഭരണം ജനങ്ങൾ LDF-നെതിരായിരുന്നു എന്ന് ഒന്നോടെ വ്യക്തതയോട് തെളിഞ്ഞിരിക്കുകയാണ്. ഇനി വരുന്ന 5 വർഷം കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന സ്ഥിതിക്ക് നാട്ടിന് വികസനം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജനങ്ങളുടെ ഇടയിലേക്ക് ഓരോ ജയിച്ചു വന്ന UDF-ന്റെ ഓരോ ജനപ്രതിനിധികളും ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾ എല്ലാം അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ ജയിക്കാത്ത വാർഡുകളിലും കാര്യങ്ങൾ അന്വേഷിച്ച് വ്യക്തമായിട്ട് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ 100% ഐക്യ ജനാധിപത്യ മുന്നണി ചെയ്യുന്നതായിരിക്കും. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ, അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെന്റർ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.